Question number 24. X, Y, and Z were partners in a firm sharing profits in the ratio 4:3:1. Old profit sharing ratio 4:3:1. The firm closes its books on 31st March every year. On 1st February 2025, Y died. So time period is 10 months, 10 by 12. And it was decided that the new profit sharing ratio between X and Z will be equal. So new profit sharing ratio 1:1. Partnership deed provided for the following on the death of the partner. First one, his share of goodwill be calculated on the basis of half of the profit credited to his account during the previous 4 years for completed years. 4 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ പകുതിയാണ് അവന്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ. സോ അത് ആദ്യം കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ, ഷെയർ ഓഫ് ഗുഡ്വിൽ. Yന്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ. So his share of goodwill is half of the profit during the previous 4 completed years. അപ്പോൾ കഴിഞ്ഞ 4 കൊല്ലത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 1,50,000, 1,50,000 ആൻഡ് 1 lakh. അതാണ് കഴിഞ്ഞ 4 കൊല്ലത്തെ പ്രോഫിറ്റ്. 4 lakh. സോ ടോട്ടൽ ഇസ് 4 lakh. കഴിഞ്ഞ 4 കൊല്ലത്തെ പ്രോഫിറ്റ് ടോട്ടൽ 4 lakh ആണ്. അതിൻ്റെ ഹാഫാണ് ഗുഡ്വിൽ ഓഫ് ദ ഫേം. അപ്പം 4 lakhന്റെ ഹാഫ് ഇസ് 2 lakh. ഇത് ഗുഡ്വിൽ ഓഫ് ദ ഹോൾ ഫേം ആണ്. 2 lakh. ഇതിൽ നിന്നും വൈൻ്റെ ഷെയർ കണ്ടുപിടിക്കണം. വൈൻ്റെ ഷെയർ ഇസ് 3/8. 75,000. 75,000 ആണ്. വൈൻ്റെ ഗുഡ്വില്ലിന്റെ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഗുഡ്വിൽ ഓഫ് ദ ഫേമും പിന്നെ അവന്റെ ഷെയറും വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ പ്രോഫിറ്റ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ടൈം പീരീഡും കൺസിഡർ ചെയ്യും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. സോ വൈൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ 75,000 ആണ്. ഇനി ഇത് ഗെയിനിങ് പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. സോ ഇനി ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഗെയിനിങ് ഈസ് ന്യൂ മൈനസ് ഓൾഡ്. സോ എക്സിൻ്റെത് ന്യൂ ഇസ് 1/2 മൈനസ് ഓൾഡ് ഇസ് 4/8 ആൻഡ് വൈൻ്റെത് 1/2 മൈനസ് 1/8. ഡിനോമിനേറ്റർ സെയിം അല്ല, LCM 8 ആണ്. അപ്പം ഇത് മാത്രം ഈ സൈഡ് മാത്രം LCM ഈക്വൽ ആക്കാനുള്ളൂ. 4 മൈനസ് 4/8 ആൻഡ് 4 മൈനസ് 1/8. ഇവിടെ 0/8 ഇവിടെ 3/8 ആണ്. അതായത് എക്സ് ഒന്നും ഗെയിൻ ചെയ്തിട്ടില്ല, വൈ അല്ല സെഡ്. എക്സ് ഒന്നും ഗെയിൻ ചെയ്യുന്നില്ല, സെഡ് ആണ് ഗെയിൻ ചെയ്യുന്നത്. സെഡ് മാത്രമേ ഗെയിൻ ചെയ്യുന്നുള്ളൂ. സോ ഈ ഫുൾ ഷെയറും സെഡ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യല്. അപ്പം ജേർണൽ എൻട്രി വരാം. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഗെയിനിങ് പാർട്ട്ണർ സെഡ് മാത്രമാണ്. സെഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആ ഫുൾ എമൗണ്ടും ഫുൾ 75,000 എമൗണ്ടും സെഡ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. കാരണം സെഡ് മാത്രമാണ് ഗെയിൻ ചെയ്തിട്ടുള്ളൂ, എക്സ് ഗെയിൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ബി. His share of profit in the year of his death was to be computed on the basis of average profit of past 2 years. കഴിഞ്ഞ 2 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ആവറേജിന് ബേസിലാണ് പ്രോഫിറ്റ് ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്. സോ വൈസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. നേരത്തെ ഗുഡ്വിൽ കണ്ടുപിടിച്ചത്, ഇവിടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. കഴിഞ്ഞ 2 കൊല്ലത്തെ പ്രോഫിറ്റ്, അതായത് വൈ മരിക്കുന്നത് 25-ലാണ്. അപ്പോൾ 23ന്റെ പ്രോഫിറ്റും 24ന്റെ പ്രോഫിറ്റും 50,000ഉം 1 lakh. 1,50,000. ഇതാണ് ടോട്ടൽ പ്രോഫിറ്റിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. $1,50,000 by 2. 2 years അല്ലേ, അപ്പോൾ 2, which is 75,000. 75,000 ആണ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് പാസ്റ്റ് 2 years. ഇനി ഇതിന്റെ ബേസിസിലാണ് വൈൻ്റെ ഷെയർ കണ്ടുപിടിക്കുക. 75,000 മൾട്ടിപ്ലൈഡ് ബൈ ടൈം പീരിയഡ്. 10 മാസത്തേക്ക് എത്ര ആയിരിക്കും? 60,500 ആണ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഫോർ 10 months. 10 monthsന്റെ പ്രോഫിറ്റ് ഓഫ് ദ ഹോൾ ഫേം.
അതായത് 3 പേരുടെയും പ്രോഫിറ്റ്. ഇനി ഇതിൽ നിന്നും വൈൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. 62,500 multiplied by y's share is 3/8. 23,437.5. ഇത് റൗണ്ട് ആക്കുമ്പോൾ 23,438. ഇതാണ് വൈൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇനി ജേർണൽ എൻട്രി പാസ് ചെയ്യണം. ഇവിടെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. ഇഫ് ദ profit sharing ratio of the continuing partners changes, journal entry will be gaining partners capital account debit to deceased partners capital account. So ഇവിടെ gaining partner Z ആണ്. Z capital account debit to Y's capital account. Amount 23,438. That's all. അടുത്ത question number 25. Karim, Salim and Rahim were partners in the firm sharing profits and losses in the ratio 3:4:3, whole profit sharing ratio. The firm closes its books on 31st March every year. On 1st October 2019, Karim dies. On Karim's death, the goodwill of the firm was valued at 3,50,000. So, മരിക്കുമ്പം goodwill of the firm തന്നിട്ടുണ്ട്. Karim's share in the profit of the firm in the year of his death was to be calculated on the basis of average profit of last 4 years. Last 4 yearsന്റെ average profitന്റെ ബേസിസിലാണ് കരീമിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്. The profit for the last 4 years were കഴിഞ്ഞ 4 കൊല്ലത്തെ പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ട്. The total amount payable to Karim's executive was worth on his death was 7,35,000. കരീമിന്റെ എക്സിക്യൂട്ടറിന് പേ ചെയ്യേണ്ട amount അവർ തന്നിട്ടുണ്ട്. It was paid on 15th October. Pass necessary journal entries for the above transactions in the books of the firm. So goodwill of the firm തന്നിട്ടുണ്ട് 3,50,000. ഇതിൽ നിന്നും കരീമിന്റെ ഷെയർ, ഡിസീസ്ഡ് പാർട്ട്ണറിന്റെ ഷെയർ കണ്ടുപിടിക്കണം. 3,50,000 multiplied by 3/10. 1,05,000 ആണ് കരീമിന്റെ ഷെയർ. ഈ ഷെയർ ഗെയിനിങ് പാർട്ട്നേഴ്സ് കരീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ. ഗെയിനിങ് റേഷ്യോ തന്നിട്ടില്ല, ന്യൂ റേഷ്യോ ഒന്നും തന്നിട്ടില്ല. അപ്പം ഓൾഡ് റേഷ്യോ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. ദാറ്റ് ഈസ് 4:3. സോ ഈ 1,05,000 4:3 റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം 60,000 സലീമും 45,000 റഹീമും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം ഇതിന്റെ ജേർണൽ എൻട്രി വരാം. ഗെയിനിങ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഗെയിനിങ് പാർട്ട്ണർ സലീമും റഹീമുമാണ്. സലീംസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, റഹീംസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു കരീംസ് ക്യാപിറ്റൽ അക്കൗണ്ട്. 1,05,000, 45,000 and 60,000. ഓക്കെ, ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അടുത്തത് കരീംസ് ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഹാസ് ടു ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 4 years. കഴിഞ്ഞ 4 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പം ഇതാണ് കഴിഞ്ഞ 4 കൊല്ലത്തെ പ്രോഫിറ്റ്. അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക 6 lakh. ഈ 6 lakhന്റെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് ഇസ് 6 lakh 4 years ആണ്. അപ്പം by 4 which is 1,50,000. ഇതാണ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ഫേമിന്റെ പ്രോഫിറ്റ് ആണിത്. ഇനി ഇതിൽ നിന്നും 6 മാസത്തേക്ക് എത്രയാണ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കണം. ഇത് ഫോർ ദ ഹോൾ ഇയർ ആണ്. ഇതിൽ നിന്നും 6 മാസത്തേക്ക് എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പം 1,50,000 multiplied by 6/12. 75,000 ആണ് 6 മാസത്തെ പ്രോഫിറ്റ്. ഇനി ഡിസീസ്ഡ് പാർട്ട്ണർ അതായത് കരീമിന്റെ ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കരീമിന്റെ ഷെയർ 75,000 multiplied by 3/10. 22,500 ആണ് കരീമിന്റെ ഷെയർ. ഇനി ജേർണൽ എൻട്രി പാസ് ചെയ്യുക. ഇവിടെ ഓൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നതായിട്ട് പറയുന്നില്ല.
If the continuing partners profit share ratio does not change, journal entry will be P&L suspense account debit to deceased partner's capital account to Kareem's capital account. Amount is 22,500. ഇനി ഒരു journal entry കൂടി പാസ് ചെയ്യാനുണ്ട്. The total amount payable to Kareem's executors on his death was 7,35,000. ഓക്കെ, അപ്പം അതിനുള്ള journal entry പാസ് ചെയ്യണം. എക്സിക്യൂട്ടറിന് കൊടുക്കാനുള്ള എമൗണ്ട് 7,35,000 ആണ്. ഇത് ആദ്യം കരീമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും എക്സിക്യൂട്ടറിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന്റെ എൻട്രി കരീംസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു കരീംസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. എമൗണ്ട് വരാം 7,35,000. ഇതിന്റെ ഡേറ്റ് വരാം ഒക്ടോബർ 1 ആണ്, കരീമിന്റെ ഡെത്തിന്റെ ഡേറ്റ്. പിന്നെ പറയുന്നത് ഇറ്റ് വാസ് പെയ്ഡ് ഓൺ 15th ഒക്ടോബർ. എക്സിക്യൂട്ടറിനെ പേ ചെയ്യുന്നത് 15th ഒക്ടോബറിനാണ്. അപ്പം ഡേറ്റ് ഒക്ടോബർ 15th. കരീംസ് executors account debit to bank 7,35,000. That's all. Okay, അടുത്ത question number 26. Iqbal and Kamal are partners in a firm sharing profits and losses in 3:2. Kamal died 3 months after the date of last balance sheet. But time period 3 months ആണ്. According to the partnership deed, his legal heir is entitled to the following: his capital as per the balance sheet. Interest on above capital. Capitalലെ interest ഉണ്ട് 3% till the date of the death. അപ്പം ടൈം പീരീഡ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് at the date of death calculated on the basis of last year's profit. അപ്പോൾ ഹിസ് ഷെയർ ഓഫ് ഡെത്ത് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹിസ് ഡ്രോയിങ്സ് ആർ ടു ബി ബെയർ ഇൻട്രസ്റ്റ് അറ്റ് an average rate of 2% on the amount irrespective of the period. അപ്പം ഡ്രോയിങ്സ് ഉണ്ട്, അതിന്റെ 2% ആണ് ഇൻട്രസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ്. അതായത് ടൈം പീരീഡ് കൺസിഡർ ചെയ്യേണ്ട ഓഫ് ദ ഹോൾ ഇയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. The net profit for the last 3 years after charging insurance premium were 20 lakh, 20,000, 25,000 and 30,000. കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. കമലിന്റെ ക്യാപിറ്റൽ ആസ് പെർ ബാലൻസ് ഷീറ്റ് വാസ് 40,000. ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഡ്രോയിങ്ങും തന്നിട്ടുണ്ട് 5,000. ഡ്രോ കമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബി റെൻഡർഡ് ടു ഹിസ് റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ കമലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ ബൈ ബാലൻസ് ബോട്ട് ഡൗൺ. അതായത് കമലിന്റെ ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ്. കമൽസ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് വാസ് 40,000. പിന്നെ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഉണ്ട് 3%. അതിന്റെ ജേർണൽ എൻട്രി വരാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു കമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻകം ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫേമിന് അതൊരു എക്സ്പെൻസ് ആണ്. അപ്പം എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പം അത് ഡെബിറ്റ് ചെയ്യണം. കരീമിന്റെ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യണം. ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ഇത് മൂന്നും ഇൻക്രീസ് ചെയ്യുമ്പം ക്രെഡിറ്റ് ചെയ്യാം. അപ്പം ഇതാണ് എൻ്റെ ജേർണൽ എൻട്രി. സോ ക്രെഡിറ്റ് സൈഡിലാണ് വരിക ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് 3%, 40,000 3%. ടിൽ ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത് എന്നാണ് പറയുന്നത്. അപ്പം 3 മന്ത്സിന് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 3/12 300. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത്. അപ്പം ആദ്യം ഇൻട്രസ്റ്റ് 40,000 എത്രയാണ് കണ്ടുപിടിച്ചത് 3%. അത് 3 മാസത്തേക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം 300. ഇനി നെക്സ്റ്റ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഹാസ് ടു ബി കാൽക്കുലേറ്റഡ് ഓൺ ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ബേസിസിലാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്. കമൽസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇവിടെ കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നതാണ്.
20,000, 25,000 and 30,000. അപ്പം 30,000 ആയിരിക്കും കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ്. ഇതിൽ നിന്നും കമലിൻ്റെ ഷെയർ കണ്ടുപിടിക്കണം. ആദ്യം 3 മാസത്തേക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പം 7,500 ആണ് 3 മാസത്തെ പ്രോഫിറ്റ്. ഇനി അതിൽ നിന്നും കമലിൻ്റെ ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 7,500 multiplied by കമലിൻ്റെ ഷെയർ 2/5 which is 3,000. 3,000 ആണ് കമലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇവിടെ ജേർണൽ എൻട്രി വരാം. P&L സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് to Kamal's capital account. To Kamal's capital account by P&L account. Amount is 3,000. ഇനി നെക്സ്റ്റ് ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് 5,000 ആണ്. ഡ്രോയിങ്സിന്റെ ജേർണൽ എൻട്രി വരാം. Kamal's capital account debit to drawings account എന്നാണ്. So on the debit side to drawings account amount is 5,000. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, അതും കണ്ടുപിടിക്കണം. പീരീഡ് കൺസിഡർ ചെയ്യേണ്ട, അതായത് എത്ര മാസമാണെങ്കിലും 3 month ആണെങ്കിലും 2 month ആണെങ്കിലും അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യൂല. 5,000ന്റെ 2%, 100 ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. അത് ഹോൾ ഇയറിന്റെ ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ അതാണ് എടുക്കേണ്ടത്, കാരണം റെസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് amount is 100. ഇനി വേറൊരു അഡ്ജസ്റ്റ്മെന്റും പോസ്റ്റ് ചെയ്യാനില്ല. സോ നമുക്ക് ടോട്ടൽ ചെയ്യാം. 43,300 അപ്പം 43,300. ഇവിടെ ഡിഫറൻസ് വരുന്നത് 5,100, 200, 38. ഇപ്പം 38,200 ആണ് ഡിഫറൻസ് വരുന്നത്. ഇത് സാധാരണ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്നുണ്ട് കൊടുക്കുക, പക്ഷെ ഇവിടെ കമൽ ഡിസീസ്ഡ് പാർട്ട്ണർ ആയതുകൊണ്ട് ഇത് എക്സിക്യൂട്ടറിന്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ടു എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്, ടു കമൽസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്, ടു കമൽസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. That's all. Question number 27. Trisha, Anisha and Rishika were partners in a firm sharing profits and losses in the ratio of 2:1. The balance sheet തന്നിട്ടുണ്ട്. Trisha died on 31st July. So time period is 4 months. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. സാലറി, ഗുഡ് വിൽ, പ്രോഫിറ്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഡ്രോയിങ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി ഷോ യുവർ വർക്കിംഗ്സ് ക്ലിയർലി, വർക്ക് നോട്ട്സ് കാണിക്കണം. പ്രിപ്പയർ ട്രിഷാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബി റെൻഡേർഡ് ടു ഹർ എക്സിക്യൂട്ടേഴ്സ്. അപ്പോൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത് ട്രിഷന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സോ ഫസ്റ്റ് വൺ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ, അതായത് ട്രിഷന്റെ ക്യാപിറ്റൽ 3 lakh. പിന്നെ സാലറി ഈസ് 15,000 പെർ ക്വാർട്ടർ. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 12 months ഉണ്ട്. 12 monthsന്റെ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 3 months ആണ്. അപ്പോൾ 3 മാസത്തേക്കാണ് 15,000 സാലറി. ഇവിടെ തൃശ മരിക്കുന്നത് 31st ജൂലൈയിലാണ്, അതായത് 4 months. 4 monthന്റെ സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 3 monthന്റെ സാലറിയാണ് 15,000. അപ്പം ഒരു മാസത്തേക്ക് 5,000 ആണ് സാലറി. അപ്പോൾ 4 monthsന്റെ സാലറി വരാം 15,000 plus 5,000 which is 20,000. 20,000 ആണ് സാലറി വരാം. ഇതൊരു മാസത്തെ സാലറിയാണ്. സോ 15,000 plus 5,000, 20,000. സാലറി ഒരു എക്സ്പെൻസ് ആണ് ഫേമിന്. അപ്പം അതിൻ്റെ ജേർണൽ എൻട്രി വരാം. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ബൈ salary account 20,000. Okay, third one, share of goodwill calculated on the basis of twice the average of past 3 years profit. കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ട്വൈസ് ആണ് ഷെയർ ഓഫ് ഗുഡ്വിൽ. സോ ഗുഡ്വിൽ
ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു കഴിഞ്ഞ 3 കൊല്ലത്തെ പ്രോഫിറ്റ് ആണ് ഇത് ടോട്ടൽ ചെയ്യാം. 4,50,000 4,50,000 ആവറേജ് കണ്ടുപിടിക്കണം. which is 1,50,000. ഇതിന്റെ ട്വൈസ് ആണ് ഗുഡ് വിൽ ഓഫ് ദ ഫേം, which is 3 lakh. 3 lakh ആണ് ഗുഡ് വിൽ ഓഫ് ദ ഫേം. ഇനി തൃശല്ലേ ഡിസീസ്ഡ് പാർട്ട്ണർ, തൃശന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കണം. 3 lakh multiplied by 2/5. തൃശന്റെ ഷെയർ 2/5 ആണ്, which is 1,20,000. അതാണ് തൃശന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ. ഇത് ഗെയിനിങ് പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ ഇവിടെ ഗെയിനിങ് റേഷ്യോ ന്യൂ റേഷ്യോ ഒന്നും തന്നിട്ടില്ല. അപ്പം 2:1 ആണ്. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. അനീഷ ആൻഡ് ഋഷിക 2:1 റേഷ്യോയിൽ 1,20,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം 80,000 ആൻഡ് 40,000. ജോയിൻ എൻട്രി വരാം. അനീഷാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ഋഷികാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു തൃഷാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. തൃഷന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇവരെ രണ്ടുപേരും ക്രെഡിറ്റ് ചെയ്യണം. ബൈ അനീഷാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ ഋഷികാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് 80 and 40. 80,000 and 40,000. ഓക്കെ, ഗുഡ് വിൽ കഴിഞ്ഞു. Fourth one, share of profit from the closure of last accounting year till the date of death on the basis of last year's profit. കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ബേസിസിലാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 3 കൊല്ലത്തെ പ്രോഫിറ്റ് ആണ്. ഇതാണ് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ്. 1,50,000 ആണ് ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. ഇതിന്റെ ബേസിലാണ് ഈ കൊല്ലത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതിന്റെ 4 മാസത്തേക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 50,000 ആണ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം. പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഫോർ 4 months. ഇനി തൃശന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഇത് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആണ്, അതായത് 3 പാർട്ട്നേഴ്സിന്റെയും പ്രോഫിറ്റ്. ഇതിൽ നിന്നും തൃശന്റെ മാത്രം പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. 50,000 multiplied by 2/5, which is 20,000. 20,000 ആണ് തൃശന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അപ്പം അതിന്റെ ജേർണൽ എൻട്രി വരാം. P&L സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു തൃഷാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ തൃശന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ P&L സസ്പെൻസ് അക്കൗണ്ട്. Amount is 20,000. Trisha's fifth one, Trisha withdrew 20,000 on 1st May for her personal use. So Trisha withdraw ചെയ്തിട്ടുണ്ട് പൈസ. സോ തൃശക്ക് ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സിന്റെ ജേർണൽ എൻട്രി വരാം. Trisha's capital account debit to drawings account. So on the debit side to drawings account. Amount is 20,000. ഇവിടെ ഇൻട്രസ്റ്റും ഡ്രോയിങ്സിനെ പറ്റിയൊന്നും പറയുന്നില്ല. സോ അത് ചെയ്യണ്ട. സോ ദാറ്റ്സ് ഓൾ. പിന്നെ ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്, ഗുഡ് വില്ലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അത് രണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ജനറൽ റിസർവ് വാല്യൂ 70,000. ഇതിൽ നിന്നും തൃശന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ തൃശന്റെ മാത്രം ഷെയർ കണ്ടുപിടിച്ചാൽ മതി. മൾട്ടിപ്ലൈഡ് ബൈ 2/5, 28,000. 28,000 ആണ് തൃശന്റെ ഷെയർ ഓഫ് ജനറൽ റിസർവ്. അത് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. Journal entry is general reserve account debit to partners capital account. So credit side to general reserve account. Amount is 28,000. ഇനി ഗുഡ് വില് അസറ്റ് സൈഡിൽ ഗുഡ് വിൽ ഉണ്ട്. Amount is 20,000. ഇതും നേരത്തെ പറഞ്ഞ മാതിരി തൃശന്റെ മാത്രം ഷെയർ കണ്ടുപിടിക്കുക. സോ 8,000 ആണ് ഷെയർ ഓഫ് ഗുഡ് വിൽ. എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. സോ അതിന്റെ ജേർണൽ എൻട്രി വരാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ ആണ്. ടു ഗുഡ് വിൽ അക്കൗണ്ട് 8,000. ഓക്കെ, വേറെ ഒന്നും പോസ്റ്റ് ചെയ്യാനില്ല. സോ ടോട്ടൽ ചെയ്യാം.
4,88,000 ആണ് ടോട്ടൽ. ഈ സൈഡിൽ ടോട്ടൽ 28,000 മൈനസ് 28,000 4,60,000 ആണ് ഡിഫറൻസ്. ഇത് തൃഷന്റെ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇത് ബാലൻസ് ഫിഗർ ആണ് കേട്ടോ. ടു തൃഷാസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ബാലൻസിങ് ഫിഗർ. That's all.